ഓവനൊന്നും ഇല്ലാതെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. നോമ്പുതുറ പലഹാരമായിട്ടും ഉപയോഗിക്കാം ട്ടോ. ആദ്യം തന്നെ ഇതിൻ്റെ കവറിംഗ് ആണ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ പകുതി പകുതിയായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂണാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഗ്രാന്യൂൾസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നേരത്തെ ചെറു ചൂടായിട്ടുള്ള പാലിൽ സോക്ക് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മിക്സഡ് ഹെർബും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിക്കോളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒറിഗാനോ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാകും. എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ചെറു ചൂടായിട്ടുള്ള പാലോ അല്ലാന്നുണ്ടെങ്കിൽ വെള്ളമോ ചേർത്തിട്ട് ഇത് കുഴച്ചെടുക്കാം. ചെറു ചൂടായിട്ടുള്ള പാലോ വെള്ളമോ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് ഈസ്റ്റ് നന്നായിട്ട് ആക്ടിവേറ്റ് ആവുക. അതുപോലെ തന്നെ ഈസ്റ്റ് ഉപയോഗിക്കുമ്പോൾ എക്സ്പയറി ഡേറ്റ് ഒന്നും ആവാത്ത ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. 1/4 കപ്പ് പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് മുഴുവനായിട്ടും തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂണോളം ബട്ടറും കൂടെ ചേർത്തിട്ടുണ്ട്. ബട്ടറിന് പകരം നിങ്ങൾക്ക് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. എല്ലാം കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് ആവശ്യമായിട്ടുള്ളത്. ഇതുപോലെ കൂട്ടൊന്ന് നീഡായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. വലിച്ച് തന്നെ കുഴച്ചെടുത്തോളൂ. ഇതുപോലെ കയ്യിൽ വെച്ചോ അല്ലാന്നുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടോ നന്നായിട്ട് തന്നെ ഒന്ന് നീഡ് ചെയ്യുക. 5 മിനിറ്റോളം നന്നായിട്ട് തന്നെ നീഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമ്മളുടെ ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇതുപോലെ സോഫ്റ്റ് ആയിട്ടാണ് നമ്മളുടെ കൂട്ട് വേണ്ടത്. ഒന്ന് നന്നായിട്ട് ടക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പുറമേ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പാത്രത്തിൻ്റെ സൈഡിലേക്കും നല്ലപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തോളൂ. ഇനി ഇത് ഡബിൾ സൈസ് ആയിട്ട് വരുന്നത് വരെ റെസ്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നല്ല ചൂടുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ ആകുമ്പോഴേക്കും നന്നായിട്ട് പൊങ്ങി വരും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 2-3 മണിക്കൂർ എടുക്കും ഇത് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഡബിൾ സൈസ് ആവുന്നത് വരെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക. അപ്പോൾ ടൈം ഞാനിവിടെ പറയുന്നില്ല. ആ ഒരു കാലാവസ്ഥയൊക്കെ ഡിപ്പെൻഡീവാണ് ഇത് പൊങ്ങി വരുന്നതിന്. ഇനി ഇതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടി വരുന്നത് വരെയാണ് ആദ്യം ഇവിടെ വഴറ്റിയെടുത്തിരിക്കുന്നത്. ഇതുപോലെ വന്നതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് പച്ചമുളക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടില്ല. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാപ്സിക്കത്തിൻ്റെ 1/4 ഭാഗത്തോളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു വെജിറ്റബിൾസിൻ്റെ ഒന്നും ക്രഞ്ചിനെസ് മാറാതെ വേണം ഈ ഒരു ഫില്ലിങ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. 250 ഗ്രാം ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് നന്നായിട്ട് വേവിച്ച് ഒന്ന് ചെറുതായിട്ട് പിച്ചിയെടുത്തിരിക്കുന്നതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ വേവിച്ചപ്പോൾ കിട്ടിയ ആ ഒരു വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ആ ഒരു സമയമാകുമ്പോഴേക്കും ആ ഒരു വെജിറ്റബിൾസിലേക്കും ചിക്കൻ്റെ ഫ്ലേവർ നല്ലപോലെ തന്നെ ഇറങ്ങി വന്നോളും. ഈ ഒരു രീതിക്ക് അടച്ച് വെച്ച് 2-3 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോഴാണ് ഫ്ലേവറൊക്കെ നല്ലപോലെ ഇറങ്ങി വരുന്നത്. ഇപ്പോൾ ഇതാ ഒരു 2-3 മിനിറ്റ് നേരം നന്നായിട്ട് തന്നെ ഞാനിവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് വെച്ച് ആ ഒരു വെള്ളപ്പറ്റൊക്കെ നന്നായിട്ട് മാറുന്നത് വരെ ഇതൊന്ന് തയ്യാറാക്കിയെടുക്കാം. നമ്മളുടെ ഫില്ലിംഗ് ഇവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. വളരെ കുറച്ച് മസാല ഉപയോഗിച്ച് തയ്യാറാക്കിയെടുത്തിരിക്കുന്ന നല്ലൊരു ഫില്ലിംഗ് ആണ്. ഈ ഒരു ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കുന്ന അത്രയും സമയം ഞാനിവിടെ കൂട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു. കൂട്ട് നോക്കൂ നന്നായിട്ട് തന്നെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ എയർ നല്ലപോലെ കളഞ്ഞെടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെ കുഴച്ചെടുക്കാം. അതിനുശേഷം ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുക്കാം. മീഡിയം വലുപ്പത്തിലുള്ള 6 ഉരുളകളാണ് ഞാനിവിടെ തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. ഇനി ഇതിനായിട്ടൊരു സോസും കൂടെ തയ്യാറാക്കിയെടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല, ഓപ്ഷനിലാണ്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്തെടുത്താൽ മതി. അതിനായിട്ട് 3 ടേബിൾ സ്പൂണോളം മയണൈസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 1 ടീസ്പൂണോളം ചില്ലി ഗാർലിക് സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം എരിവൊക്കെ കിട്ടും. അതും കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. നമ്മളുടെ സോസ് ഇവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്.
ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിൽ നിന്നും ഒരു ഉരുള എടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് പൊടിയൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ഒട്ടും തന്നെ പറ്റിപ്പിടിക്കില്ല. ഇതുപോലെ പരത്തിയെടുക്കാം. റൗണ്ടിലല്ല, ഒരല്പം നീളത്തിലാണ് പരത്തിയെടുത്തിരിക്കുന്നത്. കനം കുറച്ച് തന്നെയാണ് പരത്തിയെടുക്കുന്നത്. ഒരുപാട് കനത്തിൽ വെക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഒരു ഭാഗത്തേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസ് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്കായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ആവശ്യത്തിന് വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മറ്റേ ഭാഗത്തേക്കായിട്ട് നമ്മൾക്ക് ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കണം. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ചെയ്തെടുത്താൽ മതി. ഒരല്പം ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഈ ഒരു ലൈനുകൾ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ മുഴുവനായിട്ടും വരയ്ക്കുന്നില്ല, ആ ഒരു അടിഭാഗം കുറച്ച് വിട്ടിട്ട് വേണം വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ചെയ്താൽ മതി. അതിനുശേഷം ഇത് കവർ ചെയ്തെടുക്കാം. രണ്ട് സൈഡും പിടിച്ച് നന്നായിട്ടൊന്ന് ഒരു ഫില്ലിംഗ് ഒക്കെ ഉള്ളിലേക്കാക്കി വെച്ച് ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് റോൾ ചെയ്യുക. ഇതുപോലെ റോൾ ചെയ്ത് നമ്മൾ ആ ഒരു ഗ്യാപ്പ് വെച്ച സ്ഥലത്തേക്ക് ആദ്യം ഇത് വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒട്ടും തന്നെ ഫില്ലിംഗ് ഒന്നും പുറത്തേക്ക് വരില്ല. ഇതുപോലെ പ്രസ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫുള്ളായിട്ടും ടൈറ്റായിട്ട് റോൾ ചെയ്തെടുക്കാം. ടൈറ്റായിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുത്തതിന് ശേഷം എല്ലാ ഭാഗവും ഒന്ന് നന്നായിട്ട് സീൽ ചെയ്തെടുത്ത് ഈ ഒരു രീതിക്ക് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം. ഈ ഒരു പാകത്തിനാണ് ഞാനിതിപ്പോൾ തയ്യാറാക്കി എടുക്കുന്നത്. ഷേപ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു രീതിക്കാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇനി ഇത് ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു പാത്രത്തിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഈ ഒരു രീതിക്കാണ് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരു പൂവൊക്കെ പോലെയാണ് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇത് ഒരു തുണി ഉപയോഗിച്ച് കവർ ചെയ്ത് അരമണിക്കൂർ നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അപ്പോഴേക്ക് ഇത് വീണ്ടും നന്നായിട്ട് പൊങ്ങി വരും. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് എഗ് വാഷ് ചെയ്തെടുക്കാം. എഗ് വാഷ് ചെയ്യുമ്പോൾ ആ ഒരു പുറമേ നല്ലൊരു ഗ്ലേസിങ്ങും ആ ഒരു ബ്രൗൺ കളറൊക്കെ കിട്ടും. അപ്പോൾ ഈ ഒരു രീതിക്ക് എല്ലാത്തിൻ്റെ മുകളിൽ നന്നായിട്ട് തന്നെ ഒന്ന് എഗ് വാഷ് ചെയ്തെടുക്കാം. എഗ് വാഷ് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് പാലിൽ കുറച്ച് പഞ്ചസാര ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് വെളുത്ത എള്ളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ, നിർബന്ധമൊന്നുമില്ല. ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഓവനൊന്നും ഇല്ലാതെയാണ് ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് നമ്മളുടെ ഓവൻ സെറ്റപ്പ് നേരത്തെ തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് 10 മിനിറ്റ് നേരം പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു. ഒരല്പം വലിയ പാത്രത്തിൽ ഉപ്പും ഒരു സ്റ്റാൻഡും വെച്ചിട്ടാണ് നമ്മളുടെ ഓവൻ സെറ്റപ്പ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് നേരം നല്ല പോലെ തന്നെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു സെറ്റപ്പിലേക്ക് വേണം നമ്മളിത് ഇറക്കി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാനിതിൻ്റെ അരികുകളൊന്ന് ക്ലിപ്പ് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല, അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെയിറ്റ് വെച്ച് കൊടുത്താലും മതിയാകും. മീഡിയം ഫ്ലെയിമിൽ വെച്ച് 25 മുതൽ 30 മിനിറ്റ് നേരത്തേക്കാണ് നല്ല പോലെ ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ആ ഒരു സമയമാകുമ്പോഴേക്കും ഇതുപോലെ നല്ല കളറൊക്കെ വന്നിട്ടുണ്ടാകും. അതിനുശേഷം ഈ ഒരു പാത്രം ഇറക്കി വെച്ച് അപ്പം തന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടറും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഗ്ലേസിങ്ങും കിട്ടും. അതുപോലെ തന്നെ നമ്മളുടെ ബണ്ണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടാനും സഹായിക്കും. അതിനുശേഷം വീണ്ടും ഇത് കവർ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തുണി ഉപയോഗിച്ചൊന്ന് കവർ ചെയ്ത് അതിൻ്റെ ചൂട് നല്ലപോലെ തന്നെ ആറി വരാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ചൂട് നല്ലപോലെ ആറി വരുമ്പോഴാണ് ഇത് സോഫ്റ്റായിട്ട് വരിക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ എത്ര രസമുണ്ടോ അതുപോലെ തന്നെയാണ് രുചിയിലും. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാകുക. ഉള്ളിലത്തെ ഫില്ലിങ്ങും നല്ല ക്രീമി ആയിട്ടാണ് ഉണ്ടാകുക. ആ ഒരു സോസും കൂടെ വരുമ്പോൾ രുചി നല്ല പോലെ തന്നെ കൂടും. നോക്കൂ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളുടെ ബണ്ണ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.